ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ടെസ്റ്റ് ടീമിനെ സംബന്ധിച്ച് വലിയൊരു പരീക്ഷണ ഘട്ടമാണ് ഈ ഇംഗ്ലണ്ട് ഇപ്പോൾ വരാൻ പോകുന്ന ഇംഗ്ലണ്ട് പര്യടനം. 20-ാം തീയതിയാണ് ഇംഗ്ലണ്ടിനെതിരായ ജൂൺ 20-ാം തീയതിയാണ് ആദ്യ മത്സരം ആരംഭിക്കുന്ന. 5 ടെസ്റ്റുകളുള്ള ഒരു പരമ്പരയാണ്. ഇന്ത്യയുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ തുടക്കമാകുന്നതും ഈ പരമ്പരയോടുകൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിർണായക മത്സരങ്ങളാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ളത്. ഇതിലെടുത്ത് പറയേണ്ടത് വലിയൊരു തലമുറ മാറ്റത്തിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റും ടെസ്റ്റ് ക്രിക്കറ്റും എത്തുന്നു എന്നുള്ളതാണ്. രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി ഒഴിയുന്നു, ഒപ്പം തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നു, ഒപ്പം തന്നെ വിരാട് കോഹ്ലി വിരമിക്കുന്നു. അങ്ങനെ വലിയ ഒരു വിടവ്, അതായത് ഇന്ത്യൻ ടെസ്റ്റിന്റെ കുറെ കാലമായി നെടുനായകത്വം വഹിച്ച 2 പേരുടെ വിടവ്, ഒപ്പം തന്നെ അശ്വിന്റെ വിടവുണ്ട്. ഇതെല്ലാം തന്നെ ഈ വരുന്ന പുതിയ തലമുറ ആൾക്കാർക്ക് നികത്താൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഏതായാലും ദീർഘകാല അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ടീമിനെ രൂപപ്പെടുത്തുകയാണ് അജിത് അഗാർക്കറിന്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഇന്നിപ്പോൾ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗില്ല് തന്നെ, അതായത് ക്യാപ്റ്റനായി എത്തുന്ന ശുഭ്മാൻ ഗില്ല് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട റോളിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ KL രാഹുൽ ഉണ്ട്, യശസ്വി ജയ്സ്വാൾ ഉണ്ട്, അതുപോലെ തന്നെ ഋഷഭ് പന്ത് ഉണ്ട്, കരുൺ നായർ ഒരു ഇടവേളയ്ക്ക് ശേഷം 2017 ശേഷമാണ് കരുൺ നായർ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് വീണ്ടും എത്തുന്നത്. അതുപോലെ തന്നെ ധ്രുവ് ജൂറൽ, അത് 2ാം വിക്കറ്റ് കീപ്പറാണ്. സ്വാഭാവികമായും പന്ത് വിക്കറ്റ് കീപ്പറായി വൈസ് ക്യാപ്റ്റനായി ടീമിനൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അഭാവത്തിൽ മാത്രമായിരിക്കും ധ്രുവ് ജൂറലിന്റെ സാന്നിധ്യം ടീമിനൊപ്പം ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റൊന്ന് യുവതാരം അഭിമന്യു ഈശ്വരാണ്. അഭിമന്യു ഈശ്വർ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആണ്. പിന്നീട് ഇങ്ങോട്ട് വന്നാൽ മിഡിൽ ഓർഡറിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോരാട്ടം അല്ലെങ്കിൽ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുക രവീന്ദ്ര ജഡേജയ്ക്കാണ്. ആ ഓൾറൗണ്ടർമാരെ 4 പേരെ ടീമിനൊപ്പം ഉൾപ്പെടുത്തുന്നത് 18 അംഗ ടീമാണ്. അതിൽ 4 പേർ ഓൾറൗണ്ടർമാരാണ്. അതിൽ 2 സ്പിന്നർമാരും 2 ഫാസ്റ്റ് ബോളർമാരുമാണ് ഉള്ളത്. രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറുമാണ് നിലവിൽ സ്പിന്ന് ഓൾറൗണ്ടർമാരായി ഇപ്പോൾ ടീമിനൊപ്പം ഉള്ളത്. അതേസമയം തന്നെ ഷാർദുൽ ഠാക്കൂർ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് എത്തി. അതായത് കരുൺ നായറിനൊപ്പം തന്നെ മാറി നിൽക്കപ്പെട്ട ഒരാളാണ്. പിന്നീട് ടീമിലേക്ക് ഇപ്പോൾ ചേർത്തതാണ് ഷാർദുൽ ഠാക്കൂറും ഒപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഫേസർമാർ എന്ന നിലയിൽ ഓൾറൗണ്ടർമാരായി മധ്യനിരയുടെ ഭാഗമായി ഉണ്ടാവുക. അതിൽ ആരൊക്കെ 11ലേക്ക് എത്തും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവ് മാത്രമാണ് നിലവിൽ ടീമിനൊപ്പം ഉള്ളത്. മറ്റാരും തന്നെ അത്തരം ഒരു പദവിയിൽ ഈ ടീമിനൊപ്പം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ബോളിംഗ് നിരയിലേക്ക് വന്നാൽ വളരെ കൃത്യമായി ഏതൊരു ടീമിനെയും മുൾമുനയിൽ നിർത്താൻ കഴിയുന്ന ഒരു ബോളിംഗ് നിരയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ബുംറയുണ്ട്, ഒപ്പം തന്നെ മുഹമ്മദ് സിറാജ് ഉണ്ട്, അർഷദീപ് ഉണ്ട്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രസിദ്ധ് കൃഷ്ണ അടക്കമുള്ള ആളുകളുണ്ട്. വളരെ കൃത്യമായി ഏതൊരു ബാറ്റിംഗ് നിരയും നമുക്ക് തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടീം, ഒരു ബോളിംഗ് നിര എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്രയും കൃത്യതയുള്ള ഫാസ്റ്റ് ബോളർമാരുടെ ഒരു നിരയെ നിരത്തിക്കൊണ്ട് തന്നെയാണ് ഈ ടീമിനെ രൂപപ്പെടുത്തുന്നത്. ഇനി ഒരു പക്ഷേ ഈ പരീക്ഷണം വളരെ വിജയമായി തന്നെ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തിരിച്ചടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഇതിലൊരു പൊളിച്ചെഴുത്തൊക്കെ ഉണ്ടാകും. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ബൂംറ വൈസ് ക്യാപ്റ്റനായി ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ബൂംറയെ മാറ്റിക്കൊണ്ട് പന്തിലേക്ക് വൈസ് ക്യാപ്റ്റൻ പദവി കൊടുക്കുന്നത് പോലും അത്തരം ചില നീക്കങ്ങളുടെ അല്ലെങ്കിൽ മുന്നോട്ട് പോക്കൊക്കെ കണ്ടുകൊണ്ടാണ്. കാരണം ബൂംറയ്ക്ക് പലപ്പോഴും പരിക്ക് പറ്റുന്ന താരമാണ്, എപ്പോഴും അവൈലബിൾ ആകണമെന്നില്ല. അതുകൊണ്ട് കൂടിയാണ് പന്തിനെ വൈസ് ക്യാപ്റ്റനാക്കുന്നു. മാത്രമല്ല ഗില്ലിന് ഒപ്പം തന്നെ മുന്നോട്ട് പോവുകയും ടീമിന്റെ നെടുംതൂണായി വരികയും ചെയ്ത ആളാണ് പന്ത്. വളരെ പ്രധാനപ്പെട്ട അവസരങ്ങളിൽ ടീമിനൊപ്പം ചേർന്ന് നിന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മധ്യനിരയിൽ കഴിയുകയും ചെയ്യുന്നതാണ് പന്ത്. അതുകൊണ്ടാണ് പന്തിനെ ആ പൂർണ്ണ ചുമതല നൽകിക്കൊണ്ട് അത്തരമൊരു നീക്കത്തിലേക്ക് വന്നിരുന്നത്. മറ്റൊന്ന്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ബാറ്റിംഗ് ഓർഡറിൽ ഉണ്ടാകുന്നതാണ്. KL രാഹുലിന്റെ അനുഭവ സമ്പത്തും യശസ്വി ജയ്സ്വാളിന്റെയൊക്കെ ഒരു യുവത്വവും കൂടി ചേരുമ്പോൾ സ്വാഭാവികമായും ഇംഗ്ലണ്ടിന് വലിയ വെല്ലുവിളിയായിരിക്കും. ഇനി 2025-27 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഈ ടീം എത്രത്തോളം മുതൽക്കൂട്ടാകും എന്നുള്ളതാണ് നമുക്ക് ഈ വരാൻ പോകുന്ന പരമ്പര കൊണ്ട് മനസ്സിലാകുക.